മാത്രമല്ല കഴിഞ്ഞ നമസ്കാരം ലേഡീസ് ബാൻഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ലേഡീസ് ബാൻഡിൽ 2 അതിഥികളാണ് നമുക്കൊപ്പം ഉള്ളത്. 2 പറയാൻ പറ്റില്ല, കാരണം അവരൊന്നാണ്. നമുക്ക് എല്ലാവർക്കും പരിചിതരായ യൂട്യൂബേഴ്സായ സന്ദീപും മേഘയും, ഐ എം സൂപ്പർ ഹീറോയും ലിറ്റിൽ ട്വീയും 2 പേരും ചേരുകയാണ്. സ്വാഗതം 2 പേർക്കും. വലിയ സന്തോഷം കേട്ടോ, 2 പേരെ ഞങ്ങൾക്ക് കിട്ടിയതിൽ. വലിയ തിരക്കുള്ള ആളുകളാണ്, കാരണം എപ്പോഴും കണ്ടന്റ് ഇങ്ങനെ നമുക്കിങ്ങനെ ലഭിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. 2 പേരെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. എങ്ങനെ പോകുന്നു? റിയൽ ലൈഫ് എങ്ങനെ പോകുന്നു? റിയൽ ലൈഫ് അടിപൊളിയാണ്. ആണോ? മേഘ ഒന്നും പറയുന്നില്ല. ആധികാരികമായിട്ട് ചർച്ച ചെയ്യാനുള്ള ആ ഒരു ഇതിൽ വന്നിരിക്കും. ഓ ആണോ? പക്ഷെ ഞാനൊരു കാഷ്വൽ ടോക്കാണ് ഉദ്ദേശിച്ചത്. എന്താണ് ബേസിക്കലി നിങ്ങള് സന്ദീപ് എന്ത് ചെയ്യുന്നു? സച്ചു എന്നാണല്ലോ വിളിക്കുന്നത്. സന്ദീപ് എന്ന പേര് കുറച്ചു പേർക്ക് അറിയാം. അതെ, ബാക്കിയെല്ലാവരും എളുപ്പം വിളിക്കാൻ സച്ചു ആണ്. അതുകൊണ്ട് പിന്നെ എല്ലാവരും അങ്ങനെ വിളിച്ച്, പിന്നെ ഞാനും എന്റെ ഒഫീഷ്യൽ നെയിം ചോദിക്കുമ്പോൾ ഫസ്റ്റ് സച്ചു എന്നേ വരുള്ളൂ. അപ്പൊ സന്ദീപ് എന്താണ് പഠിച്ചതും കാര്യങ്ങളും? ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല, കുറെ സപ്ലൈ ഒക്കെ അടിച്ച് ഞാൻ പിന്നെ വിട്ട്. പിന്നെ അതിന്റെ ഇടയിൽ PSC കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോ നമ്മൾ അത് ക്യാൻസലായി. പിന്നെ ഞാൻ ഫുൾ ഇപ്പം യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം അതൊക്കെ തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് വേറെ പരിപാടി. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുവാണ് ടെക്നോ പാർക്കില്. അടിപൊളി. അപ്പൊ 2 പേർക്കും പണിയുണ്ട് അല്ലേ? നല്ല പണിയുണ്ട്. അപ്പൊ എങ്ങനെയാണ് സൗഹൃദത്തിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നവരാണ് നിങ്ങളത്. നിങ്ങളുടെ റീലുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അല്ലെ, ഓരോ കണ്ടന്റിലും അത് വ്യക്തവുമാണ്. അപ്പൊ എങ്ങനെയാണ് സച്ചു ഈ നിങ്ങളുടെ ഒരു ടീം ഉണ്ടല്ലോ, അതെങ്ങനെയാണ് അതിലേക്ക് വന്നതും നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും പിന്നെ സെപ്പറേറ്റ് ഓരോരുത്തർക്കും ചാനലുകളുണ്ട്, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയും. അല്ല, ഇപ്പോൾ ഞാൻ ഈ ലോക്ക്ഡൗൺ ടൈം, അതായത് ഞാൻ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോകുന്ന ടൈമിൽ ഞാനൊന്ന് അതിൽ നിന്ന് റിലീഫ് ആവാൻ വേണ്ടിയിട്ട് ചെയ്തു തുടങ്ങിയതാണ്. അപ്പോൾ ആ സമയത്ത് ബിജോയ് ഉണ്ട് എൻ്റെ കൂട്ടത്തിൽ. ഞാൻ ബിജോയ്, ആരോമൽ, പിന്നെ എനിക്ക് ഏറ്റവും എൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുത്തു തരാൻ ക്യാമറമാൻ ഉണ്ട്. അതായത് എൻ്റെ സുഹൃത്ത് തന്നെയാണ്. ക്യാമറ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ നമ്മൾ ചെയ്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ച്. ആകർഷ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവനാണ് നമ്മളെ ഫുൾ വീഡിയോ ഇപ്പോഴും ഇതുവരെയായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന അവൻ തന്നെയാണ്. അപ്പോൾ പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് അവർ നിൽക്കുമ്പോൾ ഞാൻ അവിടെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ അത്രത്തോളം അതിനൊരു വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. മറ്റെന്തിനേക്കാളും ഞാൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ ഒരു സൈഡിൽ ഞാൻ നിൽക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എനിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ ഞാൻ ബിജോയും കോംബോ ചെയ്തു തുടങ്ങി. പിന്നെ അങ്ങനെ സുബിൻ ടാർസൻ പുള്ളി പിന്നെ വന്ന് നമ്മളിത്ര ആടലോടകത്തിന്റെ കഥ പറയാനായിട്ട് വന്നതായിരുന്നു. അപ്പോൾ ആ ടൈം ആയപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് ചെയ്യാന്നുള്ള ഒരു പ്ലാൻ വന്ന് പിന്നെ ഞങ്ങൾ ഒന്നിച്ച് ചെയ്ത്. പിന്നെ എല്ലാവർക്കും ഇൻഡിവിജ്വൽ ചാനൽ ആ സമയത്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് എല്ലാ അക്കൗണ്ടിലും ഒരേ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതേ റീച്ച് കിട്ടുമായിരുന്നു. ഇപ്പം അങ്ങനെ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പം ഒരാഴ്ചയിൽ ഇപ്പോൾ ഒരു വീഡിയോ വിടുന്നതിന് പകരം ഇപ്പോൾ ഓരോരുത്തരുടെ അക്കൗണ്ടിൽ ഓരോ വീഡിയോ വെച്ചാൽ വിടുന്നത്. അപ്പം നമ്മളെ ഫേസ് തന്നെ ഓട്ടോമാറ്റിക്കലി അവിടെ കിടന്ന് കറങ്ങും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ, നമ്മൾ ആ ഒരു സ്നേഹബന്ധം, അതങ്ങനെ എല്ലാ ടെക്നിക്സ് ഒന്നും പറഞ്ഞു കൊടുക്കണ്ട ആൾക്കാർ. മേഘ നേരത്തെ സന്ദീപ് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞാനൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോയ സമയത്താണ് ഇതിലേക്ക്. ആ സമയത്ത് മേഘ ഇല്ലായിരുന്നോ കൂടെ? നമ്മള് ലോക്ക്ഡൌൺ സമയമായിരുന്നു, അപ്പൊ നമുക്കൊന്ന് കാണാൻ പോലും പറ്റില്ല. അപ്പൊ ആ സമയത്ത് എന്റെ വീട് ഇച്ചിരി ദൂരമായിരുന്നു. അതാണോ ഡിപ്രഷൻ കാര്യം? സംഭവം എന്ന് വെച്ചാൽ ഇവരെപ്പോഴും നല്ല ജോളിയായിട്ട് നടക്കുമല്ലോ, ഒരിടത്ത് ഇരുന്നിട്ടില്ല. അപ്പൊ പെട്ടെന്ന് ലോക്ക്ഡൌൺ ആയ ഒരിടത്തും പോകും. നമ്മളൊക്കെ പണ്ട് അങ്ങനെ ഇരുന്ന് ശീലിച്ചോണ്ട് പിന്നെ വലുതായിട്ടൊന്നും തോന്നിയില്ല. നമുക്ക് അങ്ങനെയല്ലേ പറ്റുള്ളൂ. അതെ, അതാണ്. അപ്പോ നമുക്കും കാണാനൊന്നും പറ്റത്തില്ല. അപ്പൊ ഫുൾ ഒരുമാതിരി ആയിരുന്നു നമ്മുടെ ഒരു മൈൻഡും എല്ലാം. ഒരു ഡിപ്രഷൻ ആയിരുന്നു ഏകദേശമൊക്കെ. അപ്പൊ ഇത് മാത്രമേ നമുക്കൊരു ചേട്ടനായാലും ഒരു ഹാപ്പിനെസ് തരാൻ വേണ്ടിട്ട് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഏറ്റവും ആദ്യം വൈറലായത് എന്തായിരുന്നു സച്ചു? എന്റെ ആദ്യം വൈറലായത് മറ്റേ ഒരു എവർ ട്രൈഡ് എവർ ഫെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ആ ഒരു ഡയലോഗിലൊരു സാധനമാണ്. അപ്പൊ അതിനെ ഒരു സ്പൂഫ് രീതിയിൽ വേറെ സാധനം ചെയ്താണ് ഫസ്റ്റ് വൈറലായത്. അല്ല, ആദ്യം അതാണ് ഇപ്പൊ കയറിപ്പോയത്. അപ്പോഴാണ് മറ്റേ ടിക്ടോക്കിൽ ചെയ്തോണ്ടിരുന്ന ആൾക്കാർക്ക് ഇത് മറ്റേ ബ്രോ അല്ലേ എന്നുള്ള രീതിയിൽ. അതിൽ സന്ദീപ് സച്ചു എന്ന്, ഇതിൽ ആം സൂപ്പർ ഹീറോ എന്നാണ് പേര്. അപ്പൊ അത് ആ ബ്രോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത് റീച്ച് ആയി പോയത്. അതാണ് ഫസ്റ്റ് വൈറലായത്. നിങ്ങൾ രണ്ടുപേരും നമ്മളിപ്പോ റീൽ കാണുമ്പോൾ നമുക്കറിയാം ഭയങ്കര ഒരേ വൈബാണെന്ന് തോന്നിയിട്ടുണ്ട്, ഭാര്യയും ഭർത്താവും. അപ്പൊ നിങ്ങളെ ഒന്നിപ്പിച്ചതും അത് തന്നെയാണ്? അല്ല, അയ്യോ, ഇവള് ഭയങ്കര ഡിഫറെന്റ് ക്യാരക്ടർ. CBSE പഠിച്ചെങ്കിലും നാട്ടുമ്പുറത്തുകാരുടെ മൈൻഡും അങ്ങനത്തെയാണ്. പിന്നെ എന്റെ കൂടെ കൂടി കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ ഉള്ളവർ മാറിക്കോളും. ഇപ്പൊ അങ്ങനെയല്ല. എന്നെ ചോദിച്ചറിയാം, ഒരു 5 years മുന്നത്തെ ഞാനേ അല്ല ഇപ്പൊ.
അത് മാറ്റിയോ? സച്ചു മാറ്റിയതാണോ? ഞാൻ മാറ്റും. അതെന്തിനാ അതങ്ങനെ ഒരാളുടെ ക്യാരക്ടർ മാറ്റിയത്? കുറ്റകരമാണ്. കുട്ടികാരൊന്നുമല്ല, എൻ്റെ കൂടെ ഞാൻ ജോളിയായിട്ട് അങ്ങ് നിൽക്കും. പല കുറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാവും. എല്ലാവരും മറ്റേ വീട്ടുകാരൊക്കെ പറഞ്ഞു കൊടുക്കുന്ന എനിക്ക് ചെറിയ ഓരോ തെറ്റും, അത് തെറ്റാണെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവരങ്ങനെയാണ് വളർത്തിയത്. ഞാൻ പറയും എൻ്റെ രീതിയിൽ എനിക്ക് അത് തെറ്റും കാര്യങ്ങളൊന്നും അല്ല. പിന്നെ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇൻട്രോവർട്ടുകാരും എക്സ്ട്രോവർട്ട് ആയിട്ട് ഞാൻ മാറും. അപ്പൊ മേഘ നേരത്തെ അനുഭവിച്ചെങ്കാട്ടി ഫ്രീഡം അനുഭവിക്കുന്നുണ്ടാവും. നോ ഇല്ല ഒന്നിനും. ഞാൻ ഇല്ല, നോ ഒന്നുമില്ല, എന്തായാലും എല്ലാം സമ്മതിക്കും. പണ്ട് ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. അപ്പൊ പിന്നെ ചേട്ടൻ്റെ കൂടെ കൂടിയാണ് ഇപ്പൊ ഞാൻ അത്യാവശ്യം കോൺഫിഡന്റ്. നേരത്തെ ഞാൻ ഒരു ക്യാമറയുടെ മുന്നിൽ പോലും എനിക്ക് വന്നിരുന്ന എനിക്ക് ഭയങ്കര നാണാണ്, ഒരുമാതിരി ഒരു കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് പ്രശ്നമില്ല, ഇപ്പൊ ഓക്കെയാണ്, ഡബിൾ ഓക്കെയാണ്. ഇപ്പൊ സ്വന്തമായിട്ടൊക്കെ വീഡിയോ ചെയ്യുന്നില്ലേ? ഒരുപാട് വീഡിയോ ചെയ്തു തുടങ്ങി. ഡാൻസ് വീഡിയോസ് ഭരതനാട്യം അല്ലേ പഠിച്ചിട്ടുണ്ടോ? ഡാൻസ് 8 വർഷത്തോളം പണ്ട്. ഓ ശരി, ചെറുതായിരുന്നോ പഠിച്ചിട്ടുണ്ട്. പിന്നെ അവൾക്ക് ഡാൻസ് അറിയാം. പിന്നെ അവളുടെ അക്കൗണ്ടിൽ നമ്മൾ കൂടുതൽ ഡാൻസും കാര്യങ്ങളും ഫോക്കസ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ മൊത്തം അങ്ങനെയാണ്, പ്രൊഫഷണലിയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിലും രാവിലെ വീഡിയോ എടുക്കാൻ സമയമുണ്ട്. നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് മോർണിംഗ് എനിക്ക് വീഡിയോസ് ഒക്കെ എടുക്കാം, കുഴപ്പമില്ല. സച്ചു സംസാരിക്കുമ്പോ ഇപ്പൊ ഇവിടെ വന്നിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളെ പോലെ തോന്നുന്നു. ഞാൻ അങ്ങനെയാണ് വൈഫിനോട് അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്, തെറ്റാണെന്നൊന്നും ഒക്കെ പറയുമ്പോ. അങ്ങനെയൊന്നുമല്ല, ഞാൻ പിന്നെ ഇത് ക്യാമറ തന്നെ നോക്കി പറയണത്. ഓ ശരി, ഞാൻ നിങ്ങൾ തമ്മിൽ നോക്കുന്നതിന് കുഴപ്പമില്ല, നോക്കിക്കോളൂ. അല്ല ഞാൻ ചോദിക്കാൻ വന്ന മേഘയോട് ഒരു ചോദ്യം ഉണ്ടായിരുന്നത്, സച്ചു ഈ സാധാരണ നോർമൽ ഭാര്യമാരുടെയൊക്കെ നമ്മൾ ഈ കണ്ടു വരുന്ന ഒരു ശീലം, ഈ ഫ്രണ്ട് സർക്കിളിലാവുമ്പം ഭർത്താവ് വേറൊരു വൈബും നമ്മുടെ കൂടെ ആവുമ്പോൾ വേറൊരു വൈബും, അങ്ങനെയാണോ? അല്ല, ഒരിക്കലും അല്ല. ഇപ്പൊ ചേട്ടന്റെ ഫ്രണ്ട് സർക്കിളിൽ ഞാനുണ്ട്. അപ്പം നമ്മള് കോമൺ ഫ്രണ്ട്സ് ആണ്. ഇപ്പൊ ചേട്ടന്റെ ഫ്രണ്ട്സ് തന്നെയാണ് എന്റെ ഫ്രണ്ട്സും. അപ്പൊ നമ്മളായാലും ഇപ്പൊ നമ്മള് ഫ്രണ്ട്സ് ആയിട്ടാണ് വന്നത്. ഇപ്പൊ നമുക്ക് എന്തും തുറന്നു പറയാനുള്ള നമ്മളൊരു സ്പേസ് ഉണ്ട്, നമുക്ക് വഴക്ക് കൂടാം, വഴക്ക് പറയാം. നമ്മളെ ഫ്രണ്ട്സിന്റെ അടുത്ത് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഞാൻ. അവരും എന്റെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫ്രണ്ട്സ് ലൈക്ക് ഫാമിലി ആണല്ലേ, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, വീട്ടില് എല്ലാരും വരും. എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പം തന്നെ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയാൻ സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ പിന്നെ അതിന്റെ ഇടയിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഇപ്പൊ എന്തൊരു കാര്യം ഉണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. ഇപ്പൊ എന്റെ കൂടെ അഭിനയിക്കുന്നവർക്കായിരുന്നാലും ഇപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തൊരു ഇത് വന്നാലും അത് അപ്പോഴെന്നെ ചോദിക്കണം എന്നുള്ള ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ സർക്കിൾ അതങ്ങനെ പോയി. ഞാൻ എന്റെ മരണം വരെ എന്റെ കൂടെ അവർ വേണം എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്താണ് രണ്ടുപേരുടെ ഈ ഇടയ്ക്ക് ഒന്നുകൂടി കല്യാണം കഴിച്ചോ? ഇല്ല, അത് നമ്മുടെ കൂടെയുള്ള ഡോക്ടർ അനീഷിന്റെ കല്യാണമായിരുന്നു. അപ്പൊ ആ സമയമായപ്പോഴത്തേക്കും അവർ ഉണ്ണാൻ പോയ സമയപ്പം എനിക്ക് പണ്ടോട്ട് ഭയങ്കര ആഗ്രഹമാണ് ഈ ഹിന്ദു കല്യാണം. നമ്മള് ക്രിസ്ത്യൻസ് ആണ്, അപ്പം ഹിന്ദു കല്യാണം ഇങ്ങനെ കഴിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഒരു ആഗ്രഹം നിറവേറ്റാലോ. സച്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞിട്ടൊന്നും ഇല്ല, എനിക്കൊരു മനസ്സിലാഗ്രഹം ഹിന്ദു ബ്രൈഡായിട്ടൊക്കെ ഒരുങ്ങി നിൽക്കാൻ. എനിക്കത് പറ്റിയിട്ടുണ്ട് മോഡലിങ്ങിനൊക്കെ, പക്ഷെ നമ്മൾ ഒരുമിച്ച് നിൽക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു ഹാരം ഇങ്ങനെ എന്റെ വേറൊരു ഫ്രണ്ടും എന്റെ വൈഫും കൂടി മാലയൊക്കെ ഇട്ട് കല്യാണം കഴിക്കുന്ന അവിടെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പൊ ഞാൻ എന്നാ പിന്നെ നമുക്ക് ഓൾറെഡി എന്റെ ഡ്രസ്സ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എടുക്കാൻ. ഓൾറെഡി ഞാൻ എന്റെ ഡ്രസ്സും അങ്ങനത്തെ ഒരു കല്യാണം കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ എൻഗേജ്മെന്റ്. അപ്പൊ ഓൾറെഡി ആൾക്കാർ ഫോട്ടോ ഇട്ട് ഫോട്ടോ വിത്തിൻ സെക്കൻഡ്സ് ഞാൻ സാധനം കയറി നല്ല നമ്മുടെ ശരിക്കുള്ള മാരേജ് ഇതിനെക്കാട്ടിലും അവര് കൂട്ടുകാരൻ വീഡിയോ എടുത്ത് അതിലിട്ട് അത് 3 മില്യൺ അടുപ്പിച്ച് വ്യൂ ഒക്കെ. അത് അടിപൊളിയാണ്. അപ്പൊ സച്ചു മേഘ ഇപ്പം വെറുതെ ഒരു യൂട്യൂബർ എന്നതിനപ്പുറത്തേക്ക് നിങ്ങളെ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ് അല്ലെ? കാരണം എന്താണ്, ചെറിയ കുട്ടികൾ പോലും നിങ്ങളുടെ വീഡിയോസ് കാണുന്നു, റീൽ കാണുന്നു, അവരത് ബാധിക്കും, അല്ലെങ്കിൽ അവരത് ലൈഫിലേക്ക് ചില കാര്യങ്ങളൊക്കെ എടുക്കും അല്ലെ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ കുറച്ചുകൂടെ ഒക്കെ ഒരു ഉത്തരവാദിത്വം വേണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. കാരണം നമ്മൾ ആദ്യ ടൈമൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബേർഡ് വേർഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമായിരുന്നു. നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പം കോമഡി വരുമ്പോ അങ്ങനെ ഓട്ടോമാറ്റിക്. അപ്പം പിന്നെ ആയപ്പോ നമ്മൾ ഒരിക്കൽ പബ്ലിക്കിൽ ഇറങ്ങിയ സമയമായപ്പം കൊച്ചു പിള്ളേരൊക്കെ ഒന്ന് ചേട്ടാ വീഡിയോസ് കാണാറുണ്ട്. അപ്പം പിന്നെ വലിയ ആൾക്കാർ വന്ന് പറയാറുണ്ട്. അപ്പം അയ്യോ അപ്പൊ കൊച്ചു പിള്ളേരും കാണുന്നതല്ലേ എന്നുള്ള രീതി വന്നപ്പോ നമ്മൾ പിന്നെ അത് മാറ്റി ചെയ്യുന്നു, മാക്സിമം മാറ്റി ചെയ്യാറുണ്ട്. പിന്നെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. പക്ഷെ ഭയങ്കര വൾഗർ നമ്മൾ ആക്കാറില്ല ഒരിക്കലും. പക്ഷെ സച്ചു ഗംഭീര സ്ക്രിപ്റ്റ് ആണ് കേട്ടോ, ഗംഭീര കണ്ടന്റ് ക്രിയേഷൻ. നിങ്ങൾ സമ്മതിക്കണം, ആ ടീം അടിപൊളിയാണ്. നിങ്ങളെ കാണുമ്പോൾ തന്നെ ചിരി വരും. സത്യം പറഞ്ഞാൽ കണ്ടന്റ് ഒന്നും കാണണ്ട, നിങ്ങളെ പ്രത്യേകിച്ച് സച്ചുവിന്റെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഗംഭീര. ടാർസന്റെ അടിപൊളിയാണ്. ഞാൻ ടാർസന്റെ തന്നെ അത് പഠിച്ചത്. എന്തൊക്കെയാ പഠിച്ചത് കേക്കട്ടെ? ടാർസന്റെ ഫീമെയിൽ മാനറോസ് ഒക്കെ അടിപൊളിയാണ്. നമ്മൾ അത് കണ്ടിട്ട് അപ്പൊ ഞാനും ചില ആക്ഷൻസ് ഒക്കെ ഞാൻ പുള്ളിയുടെ ശ്രദ്ധ, പുള്ളി എപ്പോഴും ഈ ഒരു ഇങ്ങനെയൊക്കെ, അപ്പൊ അതൊക്കെ ഞാൻ ജസ്റ്റ് മാനറോസ് ഒക്കെ നോക്കി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പലരിന്നും ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയൊക്കെ പഠിക്കും. ഇങ്ങനെ കണ്ടാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അതെ അതെ. അപ്പൊ നമ്മള് ഇങ്ങനെ താടി മുടിയൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ചിലർക്ക് അത് അരോചകമായിട്ട് തോന്നും, താടി മീശയും വെച്ചിട്ട് എന്ത് ചെയ്യാം. പക്ഷെ നമ്മൾ ഇന്ന് ഫീമെയിലിന് വേണ്ടി അതെടുത്താൽ നാളെ ചിലപ്പോൾ വേറെ ഇത് വേണം,
ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് താടി വേണമെങ്കിലോ. അപ്പൊ ഞാൻ മാക്സിമം എന്റെ കഥാപാത്രങ്ങൾ ഞാൻ ചെയ്യുന്ന സമയത്ത് എന്താണോ കഥാപാത്രം ആയിട്ട് ഞാൻ താടി എടുക്കണമെങ്കിൽ അങ്ങ് എടുക്കും. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. ഈ മേഘ നേരത്തെ പറഞ്ഞു കുറച്ച് ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല, കുറച്ച് ഷൈ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോ സച്ചിന്റെ കൂടെ വരണമെങ്കിൽ ഇത് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതൊക്കെ വേണം, പഠിക്കണം എന്നൊക്കെ തോന്നിയിരുന്നു? അതെനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. അപ്പൊ വീഡിയോ ചെയ്ത് തുടങ്ങി ആദ്യം അല്ലെ അത്യാവശ്യം അങ്ങനെ തന്നെ സച്ച് പറഞ്ഞിട്ടാണോ വീഡിയോ ചെയ്തു തുടങ്ങിയത്? ആ ചേട്ടൻ ഇങ്ങനെ ജസ്റ്റ് എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു. അങ്ങനെയല്ല, ആ സമയത്ത് വേറെ പെമ്പിള്ളേർ അഭിനയിക്കാൻ സമ്മതിക്കില്ല. ആ സമയത്ത് ചേട്ടനും വലിയ ഫ്രണ്ട്സ് ഇല്ല, ഗേൾസ്. എനിക്കും ബോയ്സ് ഫ്രണ്ട്സ് കുറവാണ്. അപ്പം ഒബ്വിയസ്ലി ഞാനായിരിക്കുമല്ലോ ഫസ്റ്റ് ചോയ്സ്. അപ്പൊ പറഞ്ഞപ്പം എനിക്ക് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ ആ സമയത്ത് വെറുതെ ഒക്കെ അഭിനയിച്ചു. പിന്നെ അപ്പം എനിക്കും കൊള്ളാം, ഇഷ്ടപ്പെട്ട് കൊള്ളാം. പിന്നെ വീഡിയോസ് ഒക്കെ കയറി പോയ സമയത്ത് നിങ്ങൾ അനിയത്തിയാണോ, നിങ്ങൾ അനിയത്തിയാണോ, കപ്പിളാണോ, അങ്ങനെ കുറെ ചോദ്യങ്ങൾ. നിങ്ങൾ അതിനു മുമ്പേ പ്രണയത്തിലായിരുന്നു? ഞങ്ങളിപ്പം ഞങ്ങളൊരു 9 വർഷമായി. 9 വർഷത്തെ പ്രണയം? 9 വർഷം, അതുപോലെ ഓർമ്മയില്ല. ഇനി ഇവിടെ ഇരുന്ന് അടിയുണ്ടായി. കല്യാണം കഴിഞ്ഞില്ല, വർഷത്തിലൊക്കെ എന്തിരിക്കുന്നു എന്ന്. സച്ചു, ഈ ഫാമിലിയെ കൂടി ഇതിലൊക്കെ കുറെ കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടല്ലേ? ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അമ്മ പോലീസിലായതുകൊണ്ട് അവര് പറയുന്നത് അവിടെ നിന്ന് ഇനി പ്രത്യേകിച്ച് നോട്ടീസ് വേണം. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ യൂണിഫോം, പോലീസൊക്കെ യൂണിഫോമിലേ, അല്ലാത്തപ്പോ എന്റെ അമ്മയാണ് ചെയ്യാ, അത് എത്ര പേര് ചെയ്യുന്നുണ്ട്. അപ്പൊ അച്ഛന് പിന്നെ എപ്പോഴും ഒരു പുച്ഛ മൈൻഡാണ്. അച്ഛനൊരു മൊബൈലും കൊടുത്തിരുന്ന അച്ഛൻ ഒരു മൂലയിലിരിക്കും, അതാണ് അച്ഛൻ. പിന്നെ ഒരു അനിയുള്ള ഇപ്പൊ +2 മേഘയുടെ വീട്ടിലോ? എനിക്ക് അച്ഛനമ്മ, അപ്പച്ചൻ, അമ്മമ്മ, അനിയത്തിയാണുള്ളത്. ഓക്കെ. അപ്പൊ രണ്ടുപേരും ഫാമിലി ആയിട്ട് അടിപൊളിയായിട്ട് പോകുന്നു. സച്ചു, എനിക്ക് സച്ചുവിന്റെ വീഡിയോ ആയിരുന്നു ഒരു തവണ ഈ നമ്മുടെ സിൽവർ ബട്ടൺ കിട്ടിയപ്പോഴത്തേക്കിന് നമ്മള് കവലയിൽ പോയി നിന്നിട്ട് അതെന്തായിരുന്നു? അപ്പൊ അതിനു മുമ്പ് ഈ പറഞ്ഞ പുച്ഛം അവിടെ ഉണ്ടായിരുന്നോ നാട്ടുകാർക്ക്? നാട്ടുകാര് പലർക്കും ഇത് എന്താണെന്നുള്ള കാര്യം അറിഞ്ഞൂടാ. ഞാൻ എന്തായാലും നാട്ടിന്റെ അവിടെ കൊണ്ടുവച്ച്, കാരണം പണ്ട് വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ പലരും വന്നിട്ട് നമ്മുടെ അടുത്ത് അവിടെ നിന്ന് ചെയ്യാൻ പറ്റൂല, അങ്ങനെ ചെയ്യാൻ പറ്റൂല എന്നൊക്കെ നമ്മുടെ അടുത്തൊന്ന് പറയും. ലൊക്കേഷനിൽ ഇപ്പോഴും വന്നിന്ന് എന്റെ ഷെഡിന്റെ ഫ്രണ്ടിൽ നിന്ന് പറയുന്ന ഒരു അപ്പൂപ്പനും വന്നിട്ടാണ് ഭയങ്കര ചൊറിയൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ കിട്ടുമ്പോ അവരും കൂടി കാണട്ടെ എന്ന് വിചാരിച്ചു. ഇനി ഗോൾഡൻ കൂടി കാണാൻ വേണ്ടിട്ടാണ് പറയുന്നത്. പിന്നെ ഇനിയിപ്പോ ഗോൾഡൻ ബട്ടൺ ഇപ്പം 1 മില്യൺ പഠിച്ചായിരുന്നു. അപ്പൊ ഇനി ഗോൾഡൻ കൂടി പറഞ്ഞു, അത് നാട്ടുകാരെ ഫ്രണ്ടിൽ പോയി. പ്രത്യേക പ്ലാനാവുന്ന എല്ലാവരും വിളിക്കണം, സബ്സ്ക്രൈബേഴ്സിനെ വിളിക്കണം, പറ്റുന്നവരൊക്കെ പാർട്ടൺ ജംഗ്ഷനിൽ വരണം. ഗംഭീര വീഡിയോ ആയിരുന്നു. കാണാൻ ആരുമില്ലായിരുന്നു, ഇന്ന് ആരെങ്കിലൊക്കെ പറഞ്ഞു കേട്ടോ. വിളിച്ച് പോകുന്ന ബൈക്കിൽ പോകുന്ന ചേട്ടാ അതേ ബട്ടൺ എന്താണെന്നറിയോന്നൊക്കെ. മേഘ, ഈ ഒരു ക്യാരക്ടർ എത്രത്തോളം മേഘയ്ക്ക് സ്വാധീനിച്ചിട്ടുണ്ട് സച്ചുവിന്റെ ഈ ഒരു പോസിറ്റീവ് വൈബ്? ഒരുപാട്. ഇപ്പം ലൈഫിൽ എനിക്ക് ഒരുപാട് സിറ്റുവേഷൻസിൽ എനിക്ക് എന്ത് വിഷമം വന്നാലും ആ ഒരു സംസാരിക്കുമ്പോൾ നമുക്ക് ഓക്കെ ആവും. ഭയങ്കര പോസിറ്റീവാണ് എപ്പോഴും. വല്ലപ്പോഴേ ഒരു നെഗറ്റീവ് ആവാറുള്ളൂ, കൂടുതലും പോസിറ്റീവാണ്. അപ്പം നമ്മളെയും കൂടെ പോസിറ്റീവ് ആക്കി വെക്കാൻ നോക്കും മാക്സിമം. പിന്നെ നമ്മൾ എത്ര പിണങ്ങിയിരുന്നാലും ചിരിപ്പിക്കും. നമുക്ക് നെഗറ്റീവ് എന്താണ്? നെഗറ്റീവ് എന്ന് വെച്ചാല് അതെ ദേഷ്യം. അത്യാവശ്യം പെട്ടെന്ന് ചിലപ്പോഴൊക്കെ റെഡി ആവാത്തല്ലേ, വേഗം റെഡി ആവാത്ത. അതിനുണ്ട്. പിന്നെയോ? പിന്നെന്തിനാണ്? അതിനൊക്കെയാണ്, അതാണ് മെയിൻ. ഈ അടുത്തൊരെണ്ണം ഉണ്ടായിരുന്നല്ലോ, എനിക്ക് കൊതിയാവുന്നു എന്നോട് നീ പറയുന്ന, ഞാൻ നിന്നോട് പറയുന്നൊക്കെ കേൾക്കാൻ, ഒരുങ്ങിയിരിക്കാൻ അല്ലേ, നീ എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ. കൊള്ളാം. നിങ്ങൾ എല്ലാം അങ്ങനെ റിലേറ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് തന്നെയാണോ റീല്? കുറെയൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യും. പിന്നെ ഞാൻ അങ്ങനെ എപ്പോഴും ഞാൻ കപ്പിൾ കണ്ടന്റ് അങ്ങനെ ചെയ്യാറില്ല. ഇടയ്ക്കിടയ്ക്ക് ഇപ്പം 2-3 ആഴ്ച കൂടുമ്പോ അങ്ങനെ, കാരണം എപ്പോഴും ഒരേ സാധനം ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് തന്നെ അയ്യോ ഇവര് കപ്പിൾ ആവുന്നല്ലോ കുറെ, അങ്ങനെയൊക്കെ തോന്നും. അപ്പൊ അതുകൊണ്ട് മാറ്റി ആ സ്ക്രിപ്റ്റ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കുറച്ചാൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട് നമ്മൾ ചെയ്യുന്നത്, നല്ല റിലേറ്റബിൾ ആണെന്ന് എല്ലാവരും പറയാം. എനിക്ക് എപ്പോഴും ഒരു വ്യത്യസ്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. എനിക്ക് മടുപ്പാണെന്നൊക്കെ അങ്ങനെയല്ല, വ്യത്യസ്തമായിട്ട് ഞാൻ എപ്പോഴും ഒരേ സാധനം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു വരത്തില്ല. ശരി. അപ്പൊ സച്ചു നേരത്തെ പറഞ്ഞു എനിക്ക് നമ്മുടെ PSC പ്രതികരണം ഉണ്ടായിരുന്നല്ലോ, പ്രതിഷേധം ഉണ്ടായിരുന്നല്ലോ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ, വാർത്തയൊക്കെ ആയിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ലിസ്റ്റിലേക്ക് വന്ന് എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ പ്രതിഷേധിക്കാറുണ്ടോ, അതോ സ്വന്തം കാര്യം വന്നപ്പോ ഇറങ്ങിയതാണോ? ഇല്ല, ഇപ്പം എനിക്കൊരു സാധനത്തിനെ കുറിച്ച് പ്രതിഷേധിക്കണമെങ്കിൽ എനിക്ക് അതിനെ പറ്റി അറിയണം. അപ്പൊ ഞാൻ ഓൾറെഡി PSC ഇപ്പം ഏകദേശം ഡിഗ്രി കഴിഞ്ഞ സമയം തൊട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഇത് കഷ്ടപ്പെട്ട് എന്തായാലും കിട്ടിയേ പറ്റൂ, കാരണം അന്ന് ഡിഗ്രി ഒന്നുമില്ല, കൂട്ടുകാരന്മാരെല്ലാം ജോലിക്ക് കയറി. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് വീട്ടുകാർ തന്നെ പറഞ്ഞോളി, അപ്പുറത്ത് പിള്ളേരെ കണ്ടുപിടി, അങ്ങനെയൊക്കെ. അപ്പോൾ കഷ്ടപ്പെട്ടെന്ന് പഠിച്ചതല്ലേ, പഠിച്ച് 5 വർഷം കഴിഞ്ഞിട്ടും എക്സാമും കാര്യങ്ങളും വന്ന് അതും പാസ്സായത്. 2 ഘട്ട എക്സാമും കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയി നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കോപ്പിയുടെ സീന് കാരണം പകുതി പേരെ എടുത്തിട്ടുണ്ടായിരുന്നു, പകുതി പേരെ നമ്മൾ കളഞ്ഞായിരുന്നു. CPOടെ കഴിഞ്ഞ പ്രാവശ്യം കോപ്പിയുടെ സീൻ വന്നപ്പം. അപ്പോൾ അത് ഓൾറെഡി കഴിഞ്ഞത്. അപ്പോൾ അത്രയും വേക്കൻസി കിടക്കില്ലേ. അപ്പം സക്കീർ സാർ എന്ന് പറഞ്ഞാൽ
ആ ലിസ്റ്റിൽ യോഗ്യതരായിട്ടുള്ളവർ മതി, അതുകൊണ്ടാണ് 2 ഘട്ട പരീക്ഷ വരുന്നത്. PSCയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 2 ഘട്ട പരീക്ഷ തന്നെ വരുന്നത് തന്നെ. അപ്പോൾ അത്രയും വരുമ്പോൾ നമുക്ക് പ്രതീക്ഷയാണ്. അപ്പോൾ 13,000 പേരെ ലിസ്റ്റ് ഇടുന്നു. 13,000 പേരെ ലിസ്റ്റ് ഇടുമ്പോൾ ആ 13,000 പേര് യോഗ്യതയുള്ളവരാണല്ലോ. ഫിസിക്കൽ പാസ്സാവുന്ന എല്ലാം പാസ്സാവുന്ന നമ്മളെല്ലാവരും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന എക്സാം പെട്ടെന്ന് വന്നിട്ട് 3,000 പേരെ മാത്രം എടുത്തു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാതില്ല. കാരണം അവസാന ചാൻസ് ഉള്ള എത്ര പേരുണ്ട്, ഇതേന്നും പറഞ്ഞിരിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. ഇപ്പൊ എല്ലാവരുടെ കയ്യിലും പണം ഉണ്ടെങ്കിൽ എല്ലാവരും പുറം നാട്ടിൽ പോകും, ഈ നാട്ടിൽ നമ്മളാരും നിൽക്കത്തില്ല. അതാണ് അവസ്ഥ. പിന്നെ എനിക്ക് അറിയാമെന്നുള്ളൊരു കാര്യം, അതായത് ഞാനും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആണല്ലോ. അപ്പോൾ ഇപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ചർച്ച വിഷയം ആയാലോ, കാരണം ഇത്ര ഇൻഫ്ലുവൻസർ അല്ല. അപ്പൊ അതുകൊണ്ട് പലരും എൻ്റെ അടുത്ത് വന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം വന്നാലോ എന്ന് പറയാം. പക്ഷെ അന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അഖിൽമാരാറ്, നമ്മളെ PSCയുടെ തന്നെ മൻസൂർ അലി സാറ്, അങ്ങനെ ഒരുപാട് പേര് വന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതെല്ലാം പക്കയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കാൻ ആർക്കും തയ്യാറല്ലായിരുന്നു. പിന്നെ ഏതോ മന്ത്രിയുടെ അവിടെ പോയപ്പോൾ നിങ്ങൾ മീൻ വിൽക്കാൻ പോകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞെടുത്ത് ഈ പുതിയ തലമുറകളാണ് ഇവർക്കെല്ലാം സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാർ. അപ്പം അവർക്ക് തന്നെ ഇത് കിട്ടുമ്പം എന്താണ് മനസ്സ് മടുത്തു പോയോ? പിന്നെ അത് ആരും അടുത്ത് പറ്റില്ല. കാരണം ഇത്ര ദിവസം അവർ വന്ന് പട്ടിണിയും എല്ലായിട്ടും അവിടെ നിൽക്കായിരുന്നു, നിരാഹാരമായിട്ടും. ഒരു ചർച്ചയ്ക്ക് വിളിക്കായിരുന്നല്ലോ. പോരാത്തതിന് അടുത്തൊരു എക്സാമും വന്നു, അതിന്റെ ലിസ്റ്റ് വന്നു, വീണ്ടും അടുത്തൊരു എക്സാം നോട്ടിഫിക്കേഷൻ വന്നു. ഇപ്പൊ ഉള്ള ആൾക്കാരെ എടുക്കാതെ ചുമ്മാ എക്സാം മാത്രം ഇട്ടിട്ട് എന്താണ് കാര്യം? അതിന് എത്ര രൂപ ചെലവാകും? അപ്പൊ അവര് പറഞ്ഞ ഫണ്ടില്ല എന്നാണ്. ബസ് ഇറക്കാനും മറ്റു കാര്യങ്ങൾക്കും പൈസ ഉണ്ട്. ഈ ഒരു പഠിച്ച് അർഹതപ്പെട്ട ഒരു സാധനത്ത് തരാൻ എന്താകാനായിരുന്നു ആഗ്രഹം? പോലീസ്? എനിക്ക് പോലീസ് ആവാൻ എന്ന് വെച്ചാൽ ഗവൺമെന്റ് ജോലി. കാരണം പോലീസാണ് കുറച്ചുകൂടി ആമ്പിള്ളേർ കിട്ടാനായിട്ട് എളുപ്പമുള്ളത്. കുറച്ച് പഠിച്ച് ഫിസിക്കലുണ്ട്. അപ്പോൾ ജോലിക്ക് കയറിയിട്ട് അമ്മ വർക്ക് ചെയ്യല്ലേ, സല്യൂട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, യൂണിഫോം ഒക്കെ ഇട്ട്. എന്നിട്ടോ ലിസ്റ്റിൽ വന്നപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. പിന്നെ അമ്മയ്ക്കും അച്ഛനൊക്കെ എപ്പോഴും ഗവൺമെന്റ് ജോലി, കാരണം അവർക്കാർക്ക് ഈ ഒരു സൈഡ് അറിയത്തില്ല എന്താണെന്നുള്ളത്. അപ്പോൾ അവരും നമ്മളെ ലൈഫ് ആദ്യമേ മാറിയത് ഈ ഗവൺമെന്റ് ജോലി കിട്ടിയതിന് ശേഷമാണ് വീട്ടുകാർക്ക്. അതുവരെ നമ്മൾ സാധാരണ കുടുംബമായിരുന്നു, അച്ഛനും തയ്യലൊക്കെ ആയിരുന്നു. അപ്പൊ അതിൽ നിന്ന് മാറി അത്രയും വന്നപ്പോൾ ഞാനും അതെ ഗവൺമെന്റ് ജോലി വരുമ്പോൾ അതിൻ്റെതായിട്ടൊരു വിലയുണ്ടല്ലോ. അപ്പൊ അത് ആ മനസ്സങ്ങ് മാറിയോ? അത് മൊത്തം മാറി. ഇനി നമുക്ക് വീട്ടുകാരെയും കൂടെ മാറ്റണം. അമ്മ സിൽവർ ബട്ടണും കൂടെ കൊണ്ട് ചെന്നപ്പോഴത്തേക്കും ഇവിടെ അമ്മ ചോദിച്ച സിൽവർ ബട്ടൺ കൊണ്ട് ഇത് കൊടുത്ത് എത്ര രൂപ കിട്ടണം, ഗോൾഡ് കൊണ്ടുവരുമ്പോൾ എത്ര രൂപ കിട്ടുമെന്നായിരിക്കും ചോദിക്കണം. കുറച്ച് കൂടുതൽ. മേഘ, നമുക്കിപ്പോ ഈ യൂട്യൂബേഴ്സ് ഒരുപാട് പേര് സിനിമയിലേക്ക് വരുന്നുണ്ടല്ലോ, ഇൻഫ്ലുവൻസേഴ്സ്. സിനിമ നമ്മുടെ ഒരു ലക്ഷ്യമാണോ? എനിക്ക് പേഴ്സണലി അങ്ങനെയൊന്നും ഇല്ല. കിട്ടിയാ പോവാം അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ അതിനുവേണ്ടി ഓഡീഷൻസിന് അങ്ങനെയൊന്നും ഇതുവരെ ഞാൻ പോയിട്ടില്ല. ചേട്ടന് അതാണ് താല്പര്യം. ചേട്ടൻ എന്താണ് സിനിമാ മോഹം? പറയൂ. സിനിമാ മോഹം ആഗ്രഹമുണ്ട് അഭിനയിക്ക്. ഇപ്പൊ ഒരു 3 പടം ചെയ്തിട്ടുണ്ട്. ഒന്ന് ധ്യാൻ ചേട്ടന്റെ കോപ്പങ്കിള്, പിന്നെ കുരുക്ക് എന്ന് പറഞ്ഞ ഒരു അഭിജിത്ത് നൂറാണിയുടെ പുതിയൊരു ഡയറക്ടറിന്റെ ഒരു ചെറിയ സീൻ അഭിനയിച്ചു. പിന്നെ ബിരിയാണി ഡയറക്ടറല്ലേ, അതിന്റെ ആ പുള്ളിയുടെ പുതിയൊരു പടത്തിന്റെ ചെറിയൊരു സീൻ അഭിനയിക്കാൻ കിട്ടി. അപ്പൊ ഇതൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. ചുവട് വെച്ച് തുടങ്ങിയെന്നുള്ളതാണ്. പിന്നെ അവസരങ്ങൾ വരുമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾ സിനിമയിലേക്ക് പോകുന്നു പറയുന്നതിന് പകരം ചിലപ്പോൾ സിനിമ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കുറെ പ്രൊമോഷൻസ് ഇപ്പൊ നിങ്ങളിലേക്കാണ് അല്ലെ? ഒരുപാട് യൂട്യൂബേഴ്സ്. എനിക്ക് തോന്നുന്നു ലിറ്റിൽ ഹാർട്സ് ഒക്കെ മൊത്തം ചെയ്തേക്കുന്ന നിങ്ങളെ പോലെയുള്ള യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അപ്പൊ എന്താ തോന്നുന്നത്? നിങ്ങൾക്ക് ഭയങ്കര ഒരു ഗംഭീര പ്ലാറ്റ്ഫോം ആണ് അല്ലേ? അതെ. അപ്പൊ ഞാൻ എന്നെ വിളിക്കും, പക്ഷെ എന്നെ വിളിക്കുന്നത് നാളെ വരാനായിരിക്കും. അപ്പോൾ അത്രയും വലിയൊരു ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യുമ്പോൾ എന്താ അവരെ വെച്ച് എങ്ങനെ ചെയ്താലും സാധനം ഓടും, നല്ല റീച്ച് കിട്ടും. അപ്പം അവരെ കൂടി ഉപയോഗിച്ച് നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഇന്ന് വന്നിട്ട് നാളെ വരാൻ പറഞ്ഞാൽ എനിക്ക് കണ്ടന്റ് കിട്ടൂല. അപ്പൊ ഞാൻ അങ്ങനെ പലതും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി അഥവാ അങ്ങനെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്ക്രിപ്റ്റും കൊണ്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ അവരെയും കൂടി നമുക്ക് ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അവർ നോക്കുമ്പോൾ ഈ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ളതിൽ ഈ ഒരു അടിപൊളി ചെയ്യുന്നുണ്ടല്ലോ, നല്ല സബ്ജക്റ്റ് ആണല്ലോ എന്ന് അവർക്ക് കൂടി തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നാളെ നമ്മൾ പ്രിഫർ ചെയ്താലോ ഏതെങ്കിലും ഒരു ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഈ ചില സമയത്തൊക്കെ ഈ നിങ്ങളുടെ സാധനങ്ങൾ നെഗറ്റീവായിട്ട്, അതായത് വാർത്തകളിൽ വരുന്ന ഇപ്പൊ സഞ്ജു ടെക്കിയുടെ കാര്യം എടുത്താൽ ഭയങ്കര വിവാദമായി, ഇപ്പൊ കേസായി. പക്ഷെ അത് ഞാൻ ചോദിക്കുന്നത് അതിനോടൊക്കെയുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? എന്തും കാണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ആൾക്കാരെ ബാധിക്കുക എന്നൊക്കെയുള്ളത് നമുക്കിപ്പം പല വീട്ടുകാർക്കും ചിലപ്പോൾ ഒരു കാറ് പോലും കാണാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഈ കാർ ഇത്ര ആഡംബരം പണം കാണുമായിരിക്കും, കാരണം ഉണ്ടായിട്ട് ഈ പൂള് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിലൂടെ എനിക്ക് വലിയ യോജിപ്പില്ല. അപ്പൊ അത് ഇത്രയെ കൊണ്ട് പണത്തിന്റെ ഒരു ഇതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ സഞ്ജു ടെക്കിയുടെ പേര് ഉദാഹരണം പറഞ്ഞാണ്. ഇതുപോലെ കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം നമ്മള് ചില സമയത്ത് ഈ ഇടയ്ക്ക് മേക്കേ സീൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. ബസ് തടഞ്ഞു നിർത്തി അതിന്റെ മുകളിൽ ഡാൻസ് ചെയ്യുക. അതായത് ശ്രദ്ധ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരു പരിപാടി എന്നുള്ളൊരു സംഭവം. മേഘ അതിനെയൊക്കെ എങ്ങനെ കാണുന്നത്? മേഘ
ഞങ്ങൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു അത്. അപ്പം ഞങ്ങളുടെ പ്രിൻസിപ്പളിന്റെ ഒക്കെ കാർ തടഞ്ഞു നിർത്തി ഇങ്ങനെ കളിക്കും, ഇലയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കളിക്കും. ആ സമയത്ത് നമുക്കൊരു കോമഡിയാണ്. പക്ഷെ എനിക്ക് അതൊന്നും വലിയ, അവരും ചിരിച്ച് കളിച്ചാൽ കളഞ്ഞിട്ടുള്ള. പക്ഷെ നമ്മൾ ഈ പബ്ലിക്കായിട്ടൊക്കെ പോയി ചെയ്യുമ്പം ചിലപ്പം എന്തെങ്കിലും ആരെങ്കിലും ബാധിക്കും. ഇപ്പം 1-2 പേരെങ്കിലും ബാധിക്കുമല്ലോ. അത് ഒരു ഇച്ചിരി പ്രശ്നമാണ്. സന്ദീപ്, ഈ സിനിമ അഭിനയം എന്നതിന് അപ്പുറത്തേക്ക് നിങ്ങൾ ഒരു ചെറിയ നിങ്ങളുടെ ഒരു സ്കിറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ചെറിയ സിനിമയാണ് അല്ലേ? അപ്പൊ സിനിമ ഡയറക്ഷൻ, എഴുത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, നമ്മളിപ്പോ ഓൾറെഡി എനിക്ക് ഡയറക്ഷൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ ഇപ്പോൾ ഒരാളുടെ ഞാൻ അടുത്ത് പോയി അങ്ങനെ പഠിക്കുന്നില്ല. ഇപ്പോൾ ക്യാമറ മേടിച്ചിട്ട് പോലും ചെറിയ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാരന്മാർ ചോദിക്കും. കാരണം നമ്മൾ സ്വന്തമായിട്ട് കണ്ടെത്തി പഠിക്കുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് നമുക്ക് തലയിലിരിക്കും. ഇപ്പോൾ ലൈറ്റിംഗ് ആയിരുന്നാലും അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ലൈറ്റൊക്കെ മേടിച്ച് വെച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് പഠിക്കും. അങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഡയറക്ഷൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അത് നല്ലപോലെ ഈ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോയി അങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമൊന്നുമല്ല. അപ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം അതൊക്കെ പഠിച്ചതിന് ശേഷം എപ്പോഴെങ്കിലും ലൈഫിൽ, ഇപ്പോൾ ഇതുവരെ ലൈഫിലൊന്നും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, പോകുന്ന വഴിക്ക് അങ്ങ് തുഴയുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെ ഈ കണ്ടന്റ് ചെയ്യുമ്പോഴേ നിങ്ങൾ അപ്പോൾ വിചാരിച്ചു ചില സമയം നമ്മൾ ഈ അന്നേരം വരുന്ന കോമഡികളൊക്കെ ഉണ്ട്, നമ്മൾ സിനിമയിൽ ചില സാധനങ്ങളൊക്കെ ജഗദീഷ് ശ്രീകുമാരേട്ടനൊക്കെ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് പെട്ടെന്ന് അന്നേരം വരുന്ന ഒരു സാധനം ക്ലിക്കായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഒരുപാട് ഡയലോഗ്സ് ഉണ്ട്. കാരണം നമ്മൾ സ്ക്രിപ്റ്റ് ജസ്റ്റ് ഒന്ന് എഴുതിയിടും. ചിലപ്പോൾ ആ സമയം വരുമ്പോഴത്തേക്കും ആടാ ഈ ഡയലോഗ് ഇവിടെ ഇട്ടായോ അടിപൊളിയായിരിക്കും. അപ്പൊ അങ്ങനെ ചിലപ്പോൾ കയ്യിൽ നിന്നൊക്കെ വീഴുന്ന സാധനം ആയിരിക്കും മിക്കതും ഹിറ്റായി പോകുന്നത്. നമ്മൾ ജസ്റ്റ് ഔട്ട് എഴുതി വെക്കുകയുള്ളൂ. എന്നിട്ട് ജസ്റ്റ് അത് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും കയ്യിൽ നിന്ന് ആരെന്നെങ്കിലൊക്കെ ഒന്ന് വീഴും. വീണ് കഴിയുമ്പോൾ അത് കയറിപ്പോകും. അപ്പൊ ആ ഡയലോഗൊക്കെ കമന്റ് വരും. അപ്പൊ നല്ല നമുക്ക് ഭയങ്കര സന്തോഷമാണ് ആ സാധനം ഉണ്ടല്ലോ എന്നൊക്കെ. നമ്മൾ ഈ നിങ്ങളുടെ ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴേ നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമ്മളും ചെയ്യുന്നതാണല്ലോ, നമുക്കും ഇതൊക്കെ ചെയ്ത ആൾക്കാരെ കാണിച്ചുകൂടെ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഇപ്പൊ കല്യാണം, നിങ്ങളുടെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്, എല്ലാവരും അവരവരുടെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകും. പക്ഷെ നിങ്ങളുടെ ഒരു വ്ളോഗാണ് അതല്ലേ? അപ്പോ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിൽ നിന്ന് ആളുകൾ അടുത്ത സാധനം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് കുറെ ഉത്തരവാദിത്തം വന്നു. ഇപ്പൊ പെട്ടെന്ന് കൊടുക്കണം എന്നുള്ളത് അതൊരു സ്ട്രെസ് ഉണ്ടോ? സ്ട്രെസ് അങ്ങനെ വെച്ചാൽ ഇപ്പൊ ഞാൻ വ്ളോഗ്, നമുക്ക് മെയിൻ യൂട്യൂബിൽ വ്ളോഗ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് ലോങ് വീഡിയോക്ക് മാത്രമേ വരുമാനമുള്ളൂ. നല്ല ലോങ് വീഡിയോക്കാണ് വരുമാനം, ഷോർട്സിന് ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്റെ ലൈഫിൽ നടക്കുന്ന എന്തൊരു കാര്യത്തിന് ഇപ്പൊ ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോകണം, അപ്പൊ കല്യാണത്തിന് അപ്പൊ എന്തായാലും ആൾക്കാർ പലരും സെർച്ച് ചെയ്യുന്നു. ഞാൻ പോലും സെർച്ച് ചെയ്യാറുണ്ട് കല്യാണത്തിന് വെഡിങ് ഡ്രസ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എവിടെ നിന്നാണ് എടുക്കുന്നതെന്നുള്ള ആൾക്കാരെ കാണിക്കാനായിട്ട് എനിക്ക് പറ്റും. അപ്പൊ അവര് നോക്കാം, ഇത് എന്റെ അടുത്ത് വന്നിട്ടുണ്ട് എന്റെ വെഡിങ് എന്റെ റെയ്മണ്ട് എവിടെ നിന്നാണ് ബ്രോ എടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര്. അതെ. അപ്പൊ ഞാൻ കോസ്റ്റ്യൂം ഒക്കെ എടുക്കുന്ന സമയത്തായിരുന്നാലും ഫോട്ടോ ഇടുമ്പോൾ ബ്രോ ഇത് എവിടെ നിന്നാണെന്ന് ചോദിക്കുമായിരുന്നു. അപ്പൊ ഞാൻ എല്ലാവർക്കും മിക്കവർക്കും ഞാൻ മെസ്സേജ് അയച്ചു കൊടുക്കും, ഇല്ലെങ്കിൽ ഞാൻ സ്റ്റോറിയിൽ എടുത്തിടും. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇതാണ് ഞാൻ മേടിച്ചെന്നുള്ളത്. അങ്ങനെയൊക്കെ അതുകൊണ്ട് വീഡിയോ എന്റെ കണ്ടന്റ് വരുമ്പോഴത്തേക്ക് ഞാൻ അതനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ചലഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് അതും കൂടി അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. നമ്മുടെ ഈ സാധാരണ എപ്പോഴും ചോദിക്കാറുള്ളൊരു ക്ലീഷ ചോദ്യം ഉണ്ടല്ലോ, എത്ര വരുമാനം കിട്ടും നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന്? യൂട്യൂബിൽ നമുക്ക് സത്യം പറഞ്ഞാൽ അത്യാവശ്യം ഒരു ലോങ് വീഡിയോ ഒക്കെ നമ്മൾ നല്ലപോലെ ക്ലിക്കായി പോകണമെങ്കിൽ ഒരു 50,000-60,000. ഞാൻ ലോങ് വീഡിയോ പെർ മന്ത് അതിന് മാത്രമാണ് ഞാൻ പറഞ്ഞത്, ലോങ് വീഡിയോ മാത്രമാണ്. അതിലൊരു ഞാൻ ലോങ് വീഡിയോ ഇടുന്ന കുറവാണ്, മാസത്തിൽ ചിലപ്പോൾ 2 ഒക്കെ ഇടുള്ളൂ. അതിൽ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് ക്ലിക്കായി പോലെ. ചിലപ്പം എല്ലാവരും വിചാരിക്കും 100K വ്യൂ, 1,00,000 ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വരുമാനം കിട്ടും. അത്രയൊന്നും കിട്ടില്ല. ഒരു 1 million ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ പ്രാങ്ക് ചെയ്യിച്ച ഒരു വീഡിയോ ഉണ്ട്, അത് ഏകദേശം ഒരു 2 million അടുപ്പിച്ചു. അതിന് എനിക്ക് ഏകദേശം കിട്ടിയതെന്ന് പറഞ്ഞാൽ 1,00,000 രൂപ കിട്ടി കാണും. 2 million കിട്ടിയ ഒരു വ്യൂവിന് 1,00,000 രൂപ കിട്ടും. അങ്ങനെ ക്ലിക്കായി പോകുന്ന ചാനലുണ്ടെങ്കിൽ അതനുസരിച്ച് വരുമാനം കിട്ടും. പിന്നെ നമുക്ക് മെയിൻ പ്രൊമോഷൻസ് ഉണ്ട്, അങ്ങനെയുണ്ട്. ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ ആണ് ഞാൻ കൂടുതൽ നോക്കുന്നത്. വ്ളോഗ് കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യത്തില്ല. മറ്റേ ഷോർട്സിൽ കോണ്ടന്റ് വീഡിയോ ചെയ്യാനാണ് പരിപാടി. മേഘ ഈ കൊളാബ്, പിന്നെ നമ്മുടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പെയ്ഡ് പ്രൊമോഷൻസ് അതൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാറുണ്ടോ? കാരണം പണി കിട്ടിയവർ ഒരുപാട് പേരുണ്ട്, അതുകൊണ്ട് ചോദിച്ചത്. അതൊക്കെ എങ്ങനെയാ സെലക്ട് ചെയ്യാം? ഞാനിപ്പം ഞാൻ മെയിൻലി ഡ്രസ്സിന്റെ ഒക്കെ ഞാൻ കൂടുതലും പ്രൊമോട്ട് ചെയ്യണം. കാരണം അത് എനിക്ക് യൂസ് ഉണ്ട്. ഞാൻ ഫ്രീ ആയിട്ട് തന്നെയാണ് പ്രൊമോഷൻ അതൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഒരുപാട് പേര് ഇങ്ങനെ എന്ന് വെച്ചാൽ നല്ല റീച്ചാണ് അതിനൊക്കെ. പക്ഷെ ഈ ഫേസ് ക്രീം അങ്ങനത്തെ ഒക്കെ ഒരു പ്രൊമോഷൻ വരും. അപ്പൊ എനിക്ക് തന്നെ പേടിയാണ്. അപ്പം അത് തന്നെ ഒരുപാട് വന്ന് കിടപ്പുണ്ട്. ഞാൻ പക്ഷെ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് യൂസ് ചെയ്യാൻ പേടിയാണ്. കാരണം എൻ്റെ സ്കിന്നെ അത്യാവശ്യം സെൻസിറ്റീവ് ആണ്. അപ്പൊ ഈ സ്കിന്നിൽ എനിക്ക് യൂസ് ചെയ്യാൻ പേടിയുള്ള സാധനം ഞാൻ വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ
അത് നാളെ എനിക്ക് എന്നെ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് എനിക്കത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ സ്കിൻ കെയർ ഒന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല. അപ്പൊ നമ്മൾ ഉപയോഗിച്ച് മാത്രം ഇപ്പൊ ഞാൻ ലാസ്റ്റ് നമ്മൾ യൂട്യൂബിൽ വന്ന സാധനമൊക്കെ ഞാൻ ഫേസിൽ ഇടുന്നതാണ്. ഫേസിൽ ഇട്ടിട്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ ചെയ്യാറുള്ളൂ. നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം അത് പറയാറുള്ളൂ. ഞാൻ വീഡിയോക്ക് വേണ്ടി ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ട് എനിക്ക് കൊള്ളാന്നുണ്ടെങ്കിൽ ഞാൻ റിവ്യൂ ഇടും, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഞാൻ നേരത്തെ സച്ചുവിന്റെ നെഗറ്റീവ് ചോദിച്ചായിരുന്നു, നമ്മുടെ മേഘയുടെ നെഗറ്റീവും പോസിറ്റീവും എടുത്ത് വെക്കി ഇനി മറിച്ചോളൂ. ഒരുപാട് നെഗറ്റീവ്. അല്ല, അവള് പിന്നെ ഏജ് കുറവായതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുറെ കുട്ടിത്തം ഉണ്ട് അന്നത്തെ കാര്യം. പിന്നെ നമ്മൾ പറഞ്ഞ ചിലപ്പോൾ കാര്യങ്ങൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അത് ഞാൻ കൊണ്ടിരുത്തി പയ്യെ പറഞ്ഞ് മനസ്സിലാക്കണം. എടാ ഇന്ന കാര്യങ്ങൾ അതുവരെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ട് ഭയങ്കര കൽപ്പിലിരിക്കണായിരിക്കും. ഇതിന്റെ സത്യാവസ്ഥ ഞാൻ കൊണ്ടെത്തി പയ്യെ എടി ഇത് ഇങ്ങനെയാണ് കാര്യം, ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെ ആയിരുന്നല്ലേ ചേട്ടാ ഇങ്ങനെ പറയും. പിന്നെ എനിക്ക് പിന്നെ അവളെ ഹാൻഡിൽ ചെയ്യാന്നേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല. പിന്നെ അപ്പൊ ഇനി എന്താണ് നിങ്ങളുടെ പ്ലാൻ? എന്താണ് ഭാവി പരിപാടികൾ? എന്തൊക്കെയാണ് ഭാവി പരിപാടി? ഇതൊക്കെ തന്നെയായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു സ്റ്റുഡിയോ ചെയ്യണം, ഒരു യൂട്യൂബിലത്തേക്ക് വേണ്ടി ഒരു അടുത്തൊരു ലെവലാക്കാനായിട്ട് സ്റ്റുഡിയോ ചെയ്യണം. അപ്പൊ അങ്ങനെ എന്റെ കുറച്ച് ഡ്രീമുകളുണ്ട്, അതൊക്കെ ഒന്ന് അച്ചീവ് ചെയ്യണം. ഒരു വീട്, അതൊക്കെ. നിങ്ങളെ കാണുമ്പോൾ തന്നെ, സച്ചുവിനെയൊക്കെ കാണുമ്പോൾ തന്നെ അനീഷ്, ഡോക്ടർ അനീഷ്, പിന്നെ നമ്മുടെ ടാർസൻ, അവരൊക്കെ മുഖം നിങ്ങൾ ഇവിടെ അവരിവിടെ ഇല്ലെങ്കിലേ നമുക്ക് രജിസ്റ്റർ ആണ്, ഓക്കെ ആണ്. നേരത്തെ പറഞ്ഞ പോലെ ആ ഫ്രെയിമിലേക്ക് അവരും കൂടെ വരും. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഈ ടാർസൻ എന്താണ് കല്യാണം കഴിക്കാത്ത? അതിപ്പം ഞാനും പറഞ്ഞു ടാർസൻ വയസ്സായി വരെയാണ് ചിലപ്പോ ഇനി ചോദിക്കാറുണ്ട്. ഞാൻ ലാസ്റ്റ് എറണാകുളം പോയപ്പോൾ ഞാൻ പറഞ്ഞു കല്യാണം കഴിക്കണം, നമ്മള് കുറെ നാൾ കഴിക്കണം, നീയും അനുഭവിക്കണം. അങ്ങനെയല്ല, കുറച്ചു നാൾ കഴിയുമ്പോൾ ആരും കാണത്തില്ല. ആരും കാണത്തില്ല. ഇങ്ങനെയൊക്കെയാണോ ഒരു ഫ്രണ്ടിനോട് പറയും? അല്ല, പറഞ്ഞതല്ലേ, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ചിലപ്പം എറണാകുളത്തൊക്കെ അല്ലേ ആരുമില്ല, അവിടെ നിലവിളിച്ച് വീണ് കിടന്നാൽ പോലും എടുത്തോണ്ട് ആരുമില്ല. ഒരു കൂട്ട് വേണം, കാരണം ഇപ്പം ടൈമായി. എന്നാലും ഇല്ലെങ്കിൽ നാളെ അച്ഛൻ്റെ കൂടെ വാർത്തയ്ക്ക് പെൻഷൻ വാങ്ങി ക്യൂ നിൽക്കേണ്ടതാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. പറഞ്ഞ അവിടെ ഇനി നോക്കണോടാ, നല്ല പെൺകുട്ടി ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. മേഘയോട് പറഞ്ഞു, എന്നോട് നോക്കിയിട്ട് പറയാൻ പറഞ്ഞു. എന്തൊക്കെയാണ് ടാർസന്റെ ഇഷ്ടം? സ്വന്തം ഒരു ജോലി വേണമെന്നൊക്കെയാണ്. അതായത് പെൺകുട്ടിക്ക് എനിക്ക് ജോലി വേണം എന്നൊക്കെ. പിന്നെ പുള്ളിക്ക് ഈ നമ്മൾ അതേ വൈബ് അടിച്ച് നിൽക്കണം. പിന്നെ കൈ ഭയങ്കരമായിട്ട് ഈ ഒരു സാധനം ചെയ്തുകൊണ്ടെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ നമ്മളടുത്ത് പറഞ്ഞേക്കണം. ഇത് കേൾക്കുന്നുണ്ടല്ലോ ടാർസ. നിങ്ങളുടെ ഒരു വൈബ് എങ്ങനെയാണ്? ഡോക്ടർ അനീഷ് എങ്ങനെയാണ്? നമ്മളെല്ലാരും ഒരേ വൈബാണ്. നമ്മളെല്ലാം, ഞാനും അനീഷൊക്കെ ഒരേ പ്രായമാണ്. ടാർസൻ നമ്മളെക്കാളും കുറച്ചുകൂടി ഒന്ന് മുത്തതാണ്, കുറച്ചല്ല ഇത്തിരി മൂപ്പ് കൂടുതലാ. അപ്പൊ നമ്മളെല്ലാവരും ഒരേ വൈബാണ്. ഇപ്പൊ ടാർസനായിരുന്നാലും ടാർസനെ ഞാൻ ഇപ്പൊ ഒരിക്കലും ചേട്ടാന്നൊന്നും വിളിച്ചിട്ടില്ല. കാരണം നമ്മൾ അതേ വൈബാണ്, നമുക്ക് തോന്നൂല. ആ വൈബ് ഒരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചേട്ടാനൊന്നും വിളിക്കാൻ തോന്നുന്നില്ല, എടാ പോടാ ബന്ധുവാണ്. അതുപോലെ നിങ്ങളുടെ കൂട്ടായ്മയില്ലേ, അപ്പൊ നിങ്ങക്ക് വേറെ ആരൊക്കെയാ നിങ്ങളുടെ ഈ കൂട്ടത്തിലുള്ളവരല്ലാതെ ബാക്കി ആരൊക്കെയാ കമ്പനി? എനിക്ക് പിന്നെ പണ്ടോട്ടെ സ്കൂളിലൊന്നും വലിയ കമ്പനികളൊന്നുമില്ല. ഞാൻ ചോദിച്ച സോഷ്യൽ മീഡിയയിലെ ഈ വൈറൽ താരങ്ങള് എനിക്ക് മിക്കവരായിട്ട് കമ്പനിയാണ്. നമ്മളെ സോർജിൻ ടീമും, അല്ലമീന്, ഹാഷിർ, പിന്നെ നമ്മുടെ ചട്ടം പീസ്, അവര് ഒട്ടുമിക്ക ആൾക്കാരും, ജി പി റൈഡർ, അവരെ പോലെയുള്ള എല്ലാ ആൾക്കാരുമായിട്ട് ഞാൻ തിരുവനന്തപുരംകാരാണ് കൂടുതലും. ഇല്ല എല്ലാം ഉണ്ട്. എനിക്ക് ഇവിടെ എറണാകുളത്തുണ്ട്. പിന്നെ മിക്കവരും എനിക്കറിയാം. കാർത്തിക് സൂര്യ ബ്രോ എല്ലാരും എനിക്കറിയാം. അപ്പോ എല്ലാ ആശംസകളും നേരുകയാണ്. നമ്മൾ അരമണിക്കൂർ പോയത് അറിഞ്ഞില്ല, ഇനി അരമണിക്കൂറായി. അപ്പോൾ നല്ല രസമായിരുന്നു നിങ്ങളോട് സംസാരിക്കാൻ. മറ്റേ നിങ്ങളുടെ കൂട്ടുകാരും കൂടി ഉണ്ടായിരുന്നത് പോലെ ഫീൽ ചെയ്തു. അപ്പൊ എല്ലാവിധ ആശംസകളും. മിസ്സിംഗ് ഉണ്ട്. അതെ, അപ്പൊ നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടി ഇരിക്കാം അവരെല്ലാരും കൂടി ആയിട്ട്. നിങ്ങൾ രണ്ടുപേരും മതിയെന്ന് പറ്റുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നില്ല. രണ്ട് ചെറുക്കന്മാരുണ്ട്. അതെ, ഞങ്ങൾക്ക് അരമണിക്കൂറിൽ നിങ്ങളെ തന്നെ ഞങ്ങൾക്ക് കേട്ടിട്ടില്ല മൊത്തം. അപ്പൊ നമുക്ക് ഇനി എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരിക്കാം, ടാർസനും ഒക്കെ ആയിട്ടിരിക്കാം, അനീഷും ഒക്കെ ആയിട്ടിരിക്കാം. അപ്പൊ എന്തായാലും ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ. വരുമാനം എന്നതിലുപരി നന്നായിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സാധിച്ച്, ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ലേഡീസ് ബാൻഡ് പൂർണ്ണമാവുകയാണ്. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.